നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വണ്ടർഷെയ്ഡ് ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന ഒരു ടൂൾ കിറ്റാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു ടൂൾ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണും ഐഫോണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ള, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ടൂൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടൊരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് കൂടെ ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് ഞാനൊരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. സ്ക്രീൻ അൺലോക്ക് ഉണ്ട്, വിർച്വൽ ലൊക്കേഷൻ, വാട്സ്ആപ്പ് ട്രാൻസ്ഫർ, ഡേറ്റ റിക്കവറി, ഫോൺ ട്രാൻസ്ഫർ, സിസ്റ്റം റിപ്പയർ, പാസ്വേഡ് മാനേജർ, ഡേറ്റ ഇറേസർ തുടങ്ങിയ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. ഇത്രയും ടൂൾസ് ഒരുമിച്ച് ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് വണ്ടർഷെയ്ഡിന്റെ ഡോക്ടർ ഫോൺ ടൂൾ കിറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം ടൂൾസ് ഉണ്ട്. ഇത് ഓരോന്നും എടുത്ത് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ ഞാനിവിടെ ഡേറ്റ റിക്കവറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതും വാട്സ്ആപ്പ് ഡേറ്റ റിക്കവറി ചെയ്യുന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. വാട്സ്ആപ്പ് ഡേറ്റ റിക്കവറിക്കായി ഡേറ്റ റിക്കവറി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡിൽ നിന്നാണോ യുഎസിൽ നിന്നാണോ ഡേറ്റ റിക്കവറി ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തേത് റിക്കവർ ആൻഡ്രോയിഡ് ഡേറ്റ. ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ട ഡേറ്റ റിക്കവർ ചെയ്യാം. റിക്കവർ ഗൂഗിൾ ഡ്രൈവ് ഡേറ്റ. ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നഷ്ടപ്പെട്ട ഡേറ്റ വരെ നമുക്ക് ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. റിക്കവർ ഫ്രം ബ്രോക്കൺ ഫോൺ, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള, ഓൺ ആകാത്ത, ബ്രോക്കൺ ആയിട്ടുള്ള ഫോണിൽ നിന്നുള്ള ഡേറ്റയും ഇവിടെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ റിക്കവർ വാട്സ്ആപ്പ് ഡേറ്റ. വാട്സ്ആപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ഡേറ്റയും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. പലരും നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയറിന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, വാട്സ്ആപ്പ് ഡേറ്റ എങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വാട്സ്ആപ്പ് ഡേറ്റ റിക്കവറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് കണക്ട് യുവർ ഡിവൈസ് ടു PC, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ PC-യുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ എൻ്റെ ഒരു മൊബൈൽ ഫോൺ PC-യുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോൺ കണക്ട് ആയിട്ടുണ്ട്. ഫോൺ കണക്ട് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫോണിനുള്ളിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ നമുക്ക് എബൌട്ട് സെക്ഷനിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ബിൽഡ് നമ്പറിൽ 7 ടൈംസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ USB ഡീബഗിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പം ഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് എൻ്റെ വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. വാട്സ്ആപ്പിൽ നിങ്ങൾ നോക്കുകയുള്ളൂ, ഇവിടെ കുറേയധികം ചാറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ 2-3 കോൺടാക്ട്സ് ഉണ്ട്. കുറേ കോൺടാക്ട്സ് ഉണ്ട്. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ കോൺടാക്ട്സ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. എല്ലാ കോൺടാക്ട്സും ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം സെറ്റിംഗ്സിൽ വന്നു. സെറ്റിംഗ്സിൽ സ്റ്റോറേജിൽ ഇവിടെ ഇല്ല, ചാറ്റുകളൊന്നുമില്ല, എല്ലാം തന്നെ ഡിലീറ്റ് ആണ്. ഇനി ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ബാക്കപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഈ രീതിയിൽ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വാട്സ്ആപ്പിൽ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി, ചാറ്റ് ഓപ്പൺ ആക്കി. ഇവിടെ ചാറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്തു. ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് നെവർ സെലക്ട് ചെയ്തു. ഇത്രയും കാര്യം ചെയ്യാനാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നത്. ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ മൊബൈൽ ഫോണിൽ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അലോ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ വാട്സപ്പിന്റെ പെർമിഷൻ അലോ ചെയ്യാൻ പറഞ്ഞു. അലോ ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു വാട്സപ്പ് ഇവിടെ വീണ്ടും സൈൻ ഇൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വാട്സപ്പ് സൈനിങ് പ്രോസസ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേങ്കിൽ ഇവിടെ ഓരോ കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇവിടെ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ ഈ ഒരു പ്രോസസ്സിങ് മൊബൈൽ ഫോണിലൊന്ന് ചെയ്യുകയാണ്. വാട്സപ്പ് മെസ്സേജിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ മെസ്സേജ് റീസ്റ്റോർ ആയിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സോഫ്റ്റ്വെയറിൽ നെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലും ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിനുള്ളിൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിനുള്ളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ ബാക്കപ്പോ ഒന്നും വന്നിട്ടില്ല. നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്.
ഓക്കെ, ഇപ്പം വാട്സപ്പ് റിക്കവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് റിക്കവർ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഫോട്ടോസ്, TV, വീഡിയോസ്, അതേഴ്സ്, അങ്ങനെ 2-3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഫോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഫോട്ടോസ് ആണ് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തത്, അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എൻ്റെ വാട്സപ്പ് അക്കൗണ്ടിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതേഴ്സിൽ വന്നു കഴിഞ്ഞാൽ മുമ്പ് ഡിലീറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിനി ഇത് റിക്കവർ എന്നുള്ള ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്ത് നോക്കാം. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു. വാട്സപ്പ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാണ് ഇതിവിടെ സേവ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2-3 ഫോൾഡേഴ്സ് ഉണ്ട്. വീഡിയോ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോയ വീഡിയോകളാണ് ഈ കാണുന്നത്. ഓക്കെ, അതേ ക്വാളിറ്റിയിൽ തന്നെ ഇവിടെ റിക്കവർ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരുപാട് വീഡിയോകൾ ഡിലീറ്റ് ആയിരുന്നു. അതിൽ ചില വീഡിയോകൾ മാത്രമേ ഇവിടെ റിക്കവർ ആയിട്ട് വന്നിട്ടുള്ളൂ. എല്ലാം തിരിച്ചു കിട്ടുമെന്നൊന്നും വലിയ ഉറപ്പില്ല. പക്ഷേങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അവസാനം ഡിലീറ്റ് ആയി പോയ ഡേറ്റ നമുക്കിവിടെ ഇതേപോലെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ അതേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഡിലീറ്റ് ആയി പോയത്. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസാണ്. ഈ ഫോട്ടോ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആണെങ്കിൽ ആ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വാട്സപ്പ് ഡേറ്റ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വാട്സപ്പ് ഡേറ്റ റിക്കവറി മാത്രമല്ല, ഒരുപാട് ടൂൾസ് ഇതിനുള്ളിലുണ്ട്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ, ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ടൂൾസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഈ വീഡിയോയ്ക്ക് 500 ലൈക്കാണ് ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തത് സപ്പോർട്ടോടെ ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.